ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കൂടുതലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലരും പല രീതികളിൽ പല സംഭവങ്ങൾ ഉപയോഗിച്ച് നോക്കാറുണ്ട് നമ്മുടെ മുടി കുറച്ച് ഗ്രോത്ത് ആക്കാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ കൊഴിഞ്ഞൊക്കെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളിന്നൊരു ചെയ്യുന്നൊരു എണ്ണയാണ്. ഈ എണ്ണ എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച എണ്ണയൊന്നുമല്ല. നമ്മുടെ കേരളത്തിലെ ഒരു പ്രസിദ്ധമായ കമ്പനി അവർ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എണ്ണയുടെ രഹസ്യ കൂട്ടാണിത്. അത് നമുക്ക് ഒരാൾ പറഞ്ഞു തന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച എണ്ണയൊന്നുമില്ല ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ തേച്ച് നോക്കി നമ്മുടെ മുടിക്കൊക്കെ നല്ല മാറ്റങ്ങളുണ്ട്. മുട്ടോളം വളരും എന്നല്ല അവകാശപ്പെടുന്നത്, പക്ഷേ നല്ല മാറ്റമുണ്ട്. മറ്റുള്ളവർ പറയുന്ന പോലെ മുട്ടോളം വളരും, തിങ്ങിയും വളരും, ഒരാഴ്ച കൊണ്ട് കാൽമുട്ട് വരെ വളരും എന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നല്ല മാറ്റമുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എല്ലാവിധ ഹെയർ ഓയിലുകളിലും കൂടുതലായിട്ട് ചേർക്കുന്ന സാധനം തന്നെയാണ് നീലാമരി. അതാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു ഘടകമായിട്ടുള്ള ഉപയോഗിക്കുന്നത് നീലാമരിയാണ്. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് കറിവേപ്പില മുടിയുടെ എല്ലാ വളർച്ചയ്ക്കും ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു സാധനമാണ് കറിവേപ്പില. അതുപോലെ തന്നെ നമ്മൾ ചെമ്പരത്തി ഇല, ഇതെല്ലാം സമമാണ് എടുക്കേണ്ടത്. ഏകദേശം ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 50 ഗ്രാം വെച്ചിട്ട് എല്ലാം. അതുപോലെ തന്നെ നമ്മുടെ കറ്റാർ വാഴപ്പുക അത് നമ്മൾ എടുക്കുക. അതിൽ തന്നെ കറ്റാർ വാഴപ്പുകയുടെ ജെല്ല് വേർതിരിച്ചതിന് ശേഷം മിക്സിയിലിട്ട് നല്ലപോലെ അടിക്കുക. ഒരു 2 വലിയ കറ്റാർ വാഴപ്പുകയാണ് വേണ്ടത്, ഇതളാണ് വേണ്ടത്. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യമേ കറ്റാർ വാഴപ്പുക അടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അരയ്ക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ അത് തന്നെ അടിച്ചു വിടുന്നത്. മിക്സിയിട്ട് നല്ലപോലെ അടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ എല്ലാ ഇലകളും നമ്മൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, നല്ലപോലെ അരച്ചെടുക്കുക. ചെമ്പരത്തിയും പൂവിനോട് കൂടെ ചേർത്ത് തന്നെ അരച്ചെടുക്കുക. ഒരു 3/4 ഭാഗം ഇലയും പിന്നെ 1-2 ചെമ്പരത്തി പൂവും. നീലമരി ഇല നമ്മൾ സെപ്പറേറ്റ് അരച്ചെടുക്കുക. ലേശം വെള്ളം ചേർത്ത് സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് 1 ലിറ്റർ വെളിച്ചെണ്ണയാണ്. അതിനോടൊപ്പം തന്നെ ഒരു 3/4 ഗ്ലാസ് പാല്. പശുവിൻ്റെ പാലാണ്, തേങ്ങാപ്പാലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, പശുവിൻ്റെ പാലാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും സംഭവങ്ങളാണ് ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഉരുളി അടിയുള്ള ഒരു കട്ടിയുള്ള പാത്രമായിരിക്കണം. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചതെല്ലാം കൂടെ ചേർത്ത് അതിനോടൊപ്പം തന്നെ പാലൊഴികെയുള്ള ബാക്കിയെല്ലാം ചേർത്തതിന് ശേഷം വെളിച്ചെണ്ണ മിക്സ് ചെയ്യുക. നമ്മൾ സ്റ്റൗ കത്തിക്കുന്നതിന് മുമ്പാണത് മിക്സ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റൗ കത്തിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു എണ്ണയൊക്കെ നമ്മൾ കാച്ചുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ആ പാകം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ പാകം കറക്റ്റായെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഓപ്പോസിറ്റ് റിയാക്ഷൻ വന്നേക്കാം, മുടി കൊഴിയാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ മുറുക്കിയെടുക്കുക എന്നൊക്കെ പറയും. കറക്റ്റായിട്ട് കാച്ചിയെടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് പറയുന്ന ഒരു മണൽപ്പരുവെന്ന് പറയും നമ്മൾ, മണൽപ്പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കുറച്ച് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിനുള്ളിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഇതെല്ലാം കൂടെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഞെക്കി നോക്കി കഴിയുമ്പോൾ ഒരു കിലുകിരാന്നുള്ള ഒരു ഇത് വരും.
ഒരു മണൽ നമ്മൾ കൈ വെച്ച് ഉരച്ച് എങ്ങനെ ഉണ്ടാവും അതുപോലെ അതാണ് അതിൻ്റെ ഒരു പാകം. നല്ല മൊരിഞ്ഞ് നല്ല ഒരു ക്രിസ്പി ആയിട്ടിരിക്കും. ആ ഒരു പാകമായി കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതൊരു മെയിൻ സംഭവമാണ് അതിൻ്റെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കണ്ടമാനം ഉണ്ടാക്കി വയ്ക്കാതിരിക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ലിറ്ററിൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുത്തത് പുതിയത് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളത് നല്ല പെർഫെക്റ്റായിട്ട് വയ്ക്കും. അത് കേടായി പോകും. നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഒരു ചെറിയ വെള്ളത്തിൻ്റെ അംശം തട്ടിയത് നശിച്ചു പോകുമെന്ന് സംഭവിക്കില്ല. അപ്പോൾ 1 ലിറ്റർ നമ്മൾ കാച്ചി വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് കാച്ചുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കുറച്ച് ഉപ്പ് ഉപയോഗിക്കാം. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളത് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഏകദേശം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടില്ലേ, ഒരു എണ്ണയിലേക്ക് മിക്സായി വരുന്നുണ്ട്. ഇപ്പോൾ ഒരുവിധം പാകമായിട്ടുണ്ട്. ഒരുവിധം എല്ലാം നമ്മൾ ഒരു സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് ചേർക്കുന്ന പശുമ്പാലാണ്. പശുമ്പാൽ കുറച്ചേച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പതഞ്ഞ് എണ്ണ പുറത്തേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഒഴിച്ച് അതിനെ പാലുമായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് പാൽ ഒഴിക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കണം. തീ കൂട്ടി വയ്ക്കരുത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ടാണ് നല്ല നാടൻ പശുവിൻ്റെ പാലൊഴിച്ച് ഫിനിഷ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പാലൊഴിക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു പരുവം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുവിധം അതൊരു ക്രിസ്പിയായി ഒരു സമയമായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ലൈറ്റായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനോട് ചൂടൊന്ന് ലേശം കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഒഴിച്ച് അത് ഒരു 1 ലിറ്ററിന് നമുക്കൊരു ഗ്ലാസ് വേണ്ട. നമ്മളെടുത്തിരിക്കുന്ന ഇത്രയുള്ളൊരു ചെറിയൊരു 3/4 ഗ്ലാസ് പാല് 1 ലിറ്ററിന് അത് ഒഴിച്ച് കുറച്ച് ഒഴിച്ച് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ച് പെട്ടെന്ന് പതഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വേണ്ട. നമ്മൾ കുറച്ച് ഒഴിച്ച് അതിനെ മിക്സ് ചെയ്ത് ആക്കിയെടുക്കുക. അതിന് ശേഷം ചെറുതായിട്ടൊരു തിള വന്നു കഴിഞ്ഞാൽ ഓഫാക്കുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതോടെ നമ്മളിത് കഴിയുകയാണ്, അവസാനിച്ചു. അതിന് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കുക. വൈകുന്നേരം ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് പരമാവധി നമ്മൾ ഷാമ്പു ഉപയോഗിക്കാതിരിക്കുക. പയറുപൊടിയോ താളിപ്പൊടിയോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഷാമ്പു ഉപയോഗിക്കുന്നവർക്ക് ഒരു 2 തുള്ളി ഷാമ്പു കുറച്ച് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ പതപ്പിച്ചതിന് ശേഷം തല കഴുകിക്കളയുക. അപ്പോൾ ഇത്രയും കാര്യം ചെയ്യുക. നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും വിട പറയുന്നു. ഞാൻ രാജേഷ് മാത്യു.